അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കുന്നതിനും എന്തൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ സോഫി മാമിനെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ്? ആക്ച്വലി ഒരു സ്ട്രഗിളും ഇല്ലായിരുന്നു. ഞാൻ മാമിൻ്റെ ഒരു മെയിൽ അയച്ചു, നമ്മുടെ ഫിലിമിൽ ഒരു ചെറിയൊരു ബ്രീഫ് വെച്ച് എനിക്ക് ഒരു ജോണറിനെ പറ്റി മെൻഷൻ ചെയ്തു. ഒരു 10 minutes എനിക്ക് റിപ്ലൈ കിട്ടി. ഞാൻ കഥ പറഞ്ഞു, ഞാൻ വെരി കൂളാണെന്ന് തോന്നുന്നു ഈ സ്റ്റോറി പറയുന്നത്. അപ്പോൾ സ്റ്റോറി പറഞ്ഞ മാമിന് ഇഷ്ടമായി. സെക്കൻഡ് ഹാഫിൽ കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. 4 വർഷം എടുത്ത് നമുക്ക് ഇൻഡസ്ട്രി ഡിഫൈൻ ചെയ്യാനും കാര്യങ്ങളില്ല. പ്രൊഡക്ഷൻ ടീം കംപ്ലീറ്റ്ലി കോപ്പറേറ്റ് വരുന്നു നമ്മുടെ അടുത്ത്. സോ നമുക്ക് സ്ട്രഗിൾ ഒന്നും ഇല്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സിനിമ. അതിപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ട് ടൈം ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ മൊത്തത്തിൽ വളരെ ഈസി ആയിട്ട് പ്രോസസ്സായിരുന്നു. സത്യം സ്ട്രഗിൾ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ നടൻ ഒരു വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണം നമുക്കറിയാം. ഇവർക്ക് അത്രത്തോളം പടം വരാത്തോണ്ടല്ല, രണ്ടാൾ അഭിനയിക്കാൻ റെഡിയാണ്. വരുന്നില്ല, അതാണ് സത്യം. ചോദിച്ചു 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. അതെ, എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു, ചെയ്യുന്നു. ഇവരുടെ അത്രയും വരുന്നില്ല. അല്ല, നമുക്കിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമയിലേക്ക് ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ നടൻ ഒരു വർഷം 13-15 സിനിമകൾ മിനിമം ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതില് ഞാൻ നടികളിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ബാഡ് ബോയ്സിന് 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണം. അപ്പൊ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ, വർഷങ്ങൾക്ക് ശേഷം പിന്നെ 4 സിനിമകൾ ഞാൻ ഫുള്ളത്തുള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചില്ലറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോ 13-14 ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് എല്ലാം തലയിലിടുന്നത് കേട്ടോ. ഞാൻ ചോദിച്ചത് ഈ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എഫേർട്ട് ആ എഫേർട്ട് ഇപ്പൊ എല്ലാവർക്കും അല്ലെങ്കിൽ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്കെല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ഇതൊരു നടനെ സംബന്ധിച്ച് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം. ഇപ്പൊ ഞാൻ പറയുന്ന നടൻ എന്ന രീതിയിൽ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഒരു എങ്ങനെയായിരുന്നു ഞാൻ ഇത്തരം വളർച്ച കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് ചോദ്യം മനസ്സിലായില്ല എന്താണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഓരോ ആക്ടേഴ്സ്, ഞാൻ ആസ് എൻ ആക്ടർ ഞാൻ എനിക്കൊരു വിഷയമുണ്ട്. ഞാൻ എങ്ങനെ ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു വിഷയം എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും, ഞാൻ ചെയ്യുന്ന ഞാൻ ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. ഞാനും ഞാൻ്റെ വിഷൻ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മറ്റു കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവുന്നതൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വർഷം ഇത്രയും സിനിമ ചെയ്യുമ്പോൾ അത് നാളെ നീ ഒരു സിനിമ ചെയ്യാൻ വിളിക്കണം, ഞാൻ വരൂടാ, എന്റെ കഥയെല്ലാം കൂടുതലും കേൾക്കും. അത്രേ ഉള്ളൂ. അതാണ് ബന്ധുക്കളൊന്നുമല്ലേ. ഇവൻ എന്നോട് ചാൻസ് വിളിച്ചു അഭിനയിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ. അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ, അതിനൊരു ബന്ധം. നാളെ സിനിമ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ റോണിച്ചേട്ടൻ കണ്ണൂർ ചോദിച്ചാൽ പോകും. സീസണൊക്കെ കഴിഞ്ഞ ആ ചോദ്യം ഔട്ടായി പോയി. നമ്മളെ എവിടെയാ ഇത് മോളെ ഇതൊക്കെ സെൻസർ ചെയ്ത് ഇവിടെ സെൻസർ ബോർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് 16+ എന്നൊക്കെ അല്ലേ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത് സിനിമയിൽ. അത് ആൾക്കാർ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള ഉത്തരമൊക്കെ കുറെ പേര് അതായത് ഓടി ഉത്തരങ്ങളല്ലേ. അത് എടുത്തിട്ട് പിന്നെ പറയണം എന്താ സ്വാധീനിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ സ്വാധീനിക്കാം. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ ഉള്ള 10 ആൾക്കാരെടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടോ? തന്നെ ഉത്തരം കിട്ടിയില്ലേ? ഇത്രയും കൂടെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല, നിങ്ങളെ സ്വാധീനിച്ചോ? ഒരു ഗ്രാമം മൊത്തം കത്തിച്ച ആളാണ്. അമ്മൂമ്മീനെ കൊണ്ട് രാത്രി പാതിരാത്രിയൊക്കെ പോയിട്ട് രാത്രി 7:30 മനുഷ്യ പാവം. നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ, എന്നെ സ്വാധീനിച്ചിട്ടില്ല. കഴിഞ്ഞു, നമുക്ക് കിട്ടിയ ഉത്തരം.
രണ്ടും ഉണ്ട്. ചിലപ്പോ നമുക്ക് ഉഴപ്പാം, പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചിലപ്പോ നമ്മളിപ്പോ ഞാനും അജുവും അല്ലെങ്കിൽ മ്യൂസിക് ചേട്ടൻ അല്ലെങ്കിൽ നിൻ ചേട്ടൻ സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഹൈ ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചിലപ്പോൾ നമുക്ക് കണ്ടെന്ന് വരാം. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാൻ കൺട്രോൾ സംവിധായകൻ എന്തായാലും ഉണ്ടാവും. അത് എന്റെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ നീരജുള്ള ദിവസമുണ്ട്. നമ്മള് ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പോ നിവിൻ തന്നെ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെ എത്ര മണിക്കാണ് ഷൂട്ടിങ്? അപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് വരും. 6 മണിക്ക് 6 മണിക്ക് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോ 6:10 അവിടെ വന്നിട്ട് റെഡി ആയിട്ട് അപ്പോ അവിടെ അതുപോലെ ആളുണ്ടാവുമ്പോ കറക്റ്റ് അനുസരണയോടെ വരും. അപ്പോ ഇവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല.